അതല്ല. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം അങ്ങോട്ട് പറയാം. ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആരാണ് അപ്ലോഡ് ചെയ്തത്? എന്താ ചെയ്തതെന്ന് നമുക്കതിൽ ഐഡിയ ഇല്ല. അത് ആരാണ് അവിടെ ഇട്ടതെന്നോ ചെയ്തതെന്നോ നമുക്കറിയത്തില്ല. അപ്പൊ ആ ട്രോഫി നമുക്ക് തരണ്ട. ആ ട്രോഫി നമുക്ക് താല്പര്യമില്ല ഏറ്റുവാങ്ങിക്കാൻ. അതാരും അപ്ലോഡ് ചെയ്താലും ആരായാലും നമുക്കതിലൊരു പങ്കും ഇല്ല. അതെ, ഇന്നലെ ഞാൻ മറ്റേ നിങ്ങളാരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അല്ല, വേണേ വിശ്വസിച്ചാൽ മതി. കാരണം നമുക്ക് ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ കാണുന്ന സാധനം ഫേക്ക് അക്കൗണ്ട് ഇടേണ്ട ആവശ്യമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ലൈവിൽ തന്നെ ലൈവായിട്ട് ഞാൻ റിയാക്ട് ചെയ്ത് തന്നെ. ഓക്കെ, നമുക്ക് ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് നമുക്ക് ഈ സാധനം ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളല്ല അത്. ഓക്കെ, അത് എനിക്ക് ആ ട്രോഫി വേണ്ട. അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ട്രോഫി ഒന്നും എനിക്ക് വേണ്ട. അങ്ങനെ രാജുബൈക്ക് കൊടുത്തോ. ആ സാധനം ആദ്യമേ ക്ലിയർ ഔട്ട് ചെയ്യാം. അത് നമ്മളിട്ട വീഡിയോ അല്ല. എവിടെയാണ് പോയതെന്ന് അവർക്ക് തന്നെ അറിയായിരിക്കും. അത് ആ രീതിയാണ് പോയത്. പിന്നെന്താ? പൈസയുടെ എന്തൊക്കെ കാര്യം ചോദിക്കുന്നുണ്ട്. പൈസയുടെ കാര്യം ഞാൻ പറയാം. എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള സമയത്ത് ഹെൽപ്പ് ചെയ്തവരൊക്കെ തന്നെയാണ് ഇവന്മാരൊക്കെ. എന്ന് വെച്ച് ഈ പറയുന്ന 10,000 രൂപ ഇന്ന് ഫർക്കിച്ചൻ എന്തോ 10K എന്തോ അടുപ്പിച്ച് തന്നെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇല്ലാത്ത കാര്യം. ഞാൻ അത്രയും പൈസ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. ചിലപ്പോൾ മേ ബി എനിക്ക് പൃഥ്വിയും മൈക്കിയും അല്ലെങ്കിൽ 1,000 രൂപ 2,000 രൂപ അയച്ചു തന്ന് കാണും. എനിക്ക് ഇപ്പോഴും കൺഫർമേഷൻ ഇല്ല, എനിക്ക് ഉറപ്പില്ല. ഉണ്ടെങ്കിൽ തന്നെ അയച്ചു തന്ന് കാണും. ഞാൻ ഇന്നലെ ചാറ്റൊക്കെ എടുത്ത് നോക്കിയാൽ ഞാൻ പൈസ ചോദിച്ച ചാറ്റൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അവൻ തിരിച്ചു തരുന്ന റിപ്ലൈ അവൻ്റെ ഇല്ല. അവന് എന്തോ ഇപ്പൊ പൈസ ഇല്ല എന്ന രീതിയിലുള്ള ചാറ്റാണ് എനിക്ക് തിരിച്ചു തരുന്നത്. ഇനി അഥവാ അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ എൻ്റെ ആ ഒരു ഇതിൽ എനിക്ക് അത് തിരിച്ചു തരാൻ പറ്റി കാണത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ അവർക്ക് നിങ്ങൾക്ക് അത്ര ആ പൈസ തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ രാജുബാൻ്റെ ലൈവിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു. നിങ്ങളുടെ എമൗണ്ടും നിങ്ങൾ എനിക്ക് തന്ന എമൗണ്ടും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് ഇട്ട് തരുവാണെങ്കിൽ ഞാൻ സ്പോട്ട് ഇട്ട് തന്നേക്കാം. ഓക്കെ, അല്ലാതെ നമ്മളൊരു ആവശ്യത്തിന് ഒരു പൈസ വാങ്ങിയിട്ട് പിന്നെ നാട് മൊത്തം മറ്റേ ഒരു ഓപ്പോസിറ്റ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഫാൽക്കണ് പൈസ കൊടുത്തു, ഞാൻ ഫാൽക്കണ് പൈസ കൊടുത്തു, എൻ്റെ ഫാൽക്കൺ പൈസ മേടിച്ചെന്ന് പറയുന്നത് അത്ര സുഖമില്ലാത്ത പരിപാടിയാണ്. മനസ്സിലായി? ഈവൻ ഞാൻ ഫ്രാങ്കിൻ്റെ അടുത്ത് എല്ലാവരുടെക്കാളും കൂടുതൽ പൈസ ഞാൻ ഫ്രാങ്കിൻ്റെ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഫ്രാങ്കിൻ്റെ എൻ്റെ കാര്യം അറിയാം. ഓക്കെ, ഫ്രാങ്ക് പൈസ തന്നിട്ടുണ്ട്. ഫ്രാങ്കായിട്ട് ഞങ്ങൾ കുറേ ഇഷ്യൂസ് ആയിട്ടുണ്ട്. ഞാൻ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ടെക്സസിൽ നിന്ന്. പക്ഷെ ഫ്രാങ്ക് അത് പറഞ്ഞിട്ടില്ല. കാരണം അത് എന്തുകൊണ്ടാണ് ഫ്രാങ്ക് പറയാത്തത്? അവനൊരു തന്തയുള്ളതുകൊണ്ട്. ഓക്കെ, ഫ്രാങ്ക് പറയുന്നത് അവനൊരു തന്തയുള്ളതുകൊണ്ടാണ്. നല്ല എന്തൊക്കെ പറഞ്ഞോണ്ടെന്ന്. അതെ, അപ്പം ഇത്ര പറയുള്ളൂ. തനിക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് അതിൽ നിന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നു. ഇപ്പൊ എന്റെയൊക്കെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് പൈസ കണക്ക് ഒരിക്കലും പറയരുത്. നമ്മൾ കൂട്ടുകാരായി നിന്ന സമയത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിനക്കൊക്കെ ഓക്കെ, ഇതിപ്പോ ഒരു ബിസിനസ് കടമാണെങ്കിൽ ഓക്കെ, അത് തിരിച്ചു മേടിക്കാനുള്ള 60 എഗ്രിമെന്റ് ഇന്ത്യ കൊടുക്കുന്നതെങ്കിൽ ഇത് കൂട്ടുകാരായി നിൽക്കുന്ന സമയത്ത് 1,000, 500, 2,000, 50 രൂപ, 60 രൂപ കൊടുക്കുന്നത് കണക്കെടുത്ത് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് കാണിച്ച് ഇതൊക്കെ മോശമാണ്. ശരിക്കും അതൊന്നും ഒരിക്കലും കാണിക്കാൻ പാടില്ല. അതൊക്കെ അവർക്ക് ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡാ. അപ്പൊ ഇനി അത് ലൈവ് കാണിക്കുന്ന മുമ്പേ വേണമെങ്കിൽ ഫാൽക്കന്റെ അടുത്ത് നീ അന്ന് പൈസ തന്നിട്ടുണ്ട്, അത് ഇന്ന് തിരിച്ചു തരുമെന്ന് ചോദിക്കായിരുന്നു. എനിക്ക് അവൻ തരുമായിരുന്നല്ലോ. അത് ഡയറക്റ്റ് ഫാൽക്കൺ അവൻ വരെ വിട്ട കേസ് പെട്ടെന്ന് ആരും മനസ്സിരിക്കൂലല്ലോ. ഒന്നും പറയാനില്ലെങ്കിൽ പൈസ കണക്കെടുത്ത് വരുന്നത് തന്നെ ഏറ്റവും വലിയ ചീപ്പ്. ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്ന പൈസ തിരിച്ച് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല. മനസ്സിലായ? ഞാൻ എൻ്റെ നിന്ന് കുറേ പേര് പൈസ ചോദിച്ചിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ച് ഞാൻ ലൈവ് ഇട്ടിട്ട് എടാ എൻ്റെ പൈസ താടാ, നീ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോയതല്ലേ, വേറെ കാരണമില്ലാതെ നമ്മൾ ആ സംഭവം ഇടുന്ന സത്യം പറഞ്ഞ തീട്ട പരിപാടിയായി ചെയ്യല്ലേ. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നമ്പർ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഈ പൃഥ്വിയുടെ കയ്യിലുണ്ട്, മൈക്കിയുടെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. നിങ്ങൾ എനിക്ക് DM അയച്ചോ, വാട്സപ്പ് ചെയ്തോ, നിങ്ങളെ പൈസ ഇത്രയാണ് വന്നിട്ടുള്ളത്, ഞാൻ തിരിച്ചു തരും. തരാണ്ട് നിൽക്കത്തില്ല. തന്നിട്ട് ഞാൻ അത് അടുത്ത ദിവസം ആ ലൈവ് ഇട്ട് ഞാൻ ലൈവിൽ കാണിക്കുകയും ചെയ്യും. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, അല്ലാതെ ഞാനായിട്ട് ചുമ്മാ അങ്ങോട്ട് പൈസ ഒന്നും അയച്ചു തരത്തില്ല. 100 പിന്നെ സാഗ മറ്റേ വീട്ടുകാരെ പറഞ്ഞു പോകുന്നുണ്ട്. ആരുടെ വീട്ടുകാരെ? നിന്റെ. ആ, അത് ഞാനൊരു കാര്യം പറയാം. സാഗറെ, നിനക്ക് ഒരു പെങ്ങളുണ്ടെങ്കിൽ ആ പെങ്ങള് ഫാൽക്കണിന്റെ ഒളിച്ചോടി പോയതെന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ ലൈവ് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിഷമാവും. അതുപോലെ ഉള്ളൂ. ഫാൽക്കന്റെ അച്ഛന്റെ കുറച്ചുള്ള കാര്യങ്ങൾ ലൈവ് ഇരുന്ന് പറയുമ്പോ അത് സൂക്ഷിച്ചു കണ്ട് പറയാം. ഓക്കെ, അത് നിനക്ക് നിന്റെ അച്ഛനും ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്കും ആ സാഹചര്യം വരുമ്പോഴേ നിനക്ക് ആ വിഷമം മനസ്സിലാവും. അതുകൊണ്ട് കണ്ടവന്മാരുടെ പേഴ്സണൽ കാര്യം ലൈവ് ഇരുന്ന് പറഞ്ഞ് വിളമ്പുമ്പോ ആലോചിക്കണം. ഒന്നെങ്കിൽ നീ നല്ല ബോധത്തിലല്ല ഈ ലൈവ് ചെയ്തിരുന്നത്. പക്ഷെ
ഈ മറ്റേ എന്താ ഒരു ജീവിതത്തിൽ ഒരു ടൈറ്റിലും ഇല്ലാത്തവനൊക്കെ വന്നിട്ട് ഈ ലൈവിനകത്തിരുന്ന് മറ്റേ ടെക്സസ് മൈര ഫാൾക്കൺ എന്ത് വണ്ടിയാ ഉള്ളതെന്നൊക്കെ പറയുന്നതിന്റെ അടുത്ത് ഒരു കാര്യത്തിലേ പറയുന്നുള്ളൂ. നീ അറ്റ്ലീസ്റ്റ് നീ അവനെ പബ്ജിയിലോ അല്ലെങ്കിൽ വാലുവിലോ പോട്ടെ 5M ഒരു വണ്ടി കൊണ്ട് വിളിച്ചു പോകും. നീ ഏതിലും ഒന്ന് ജയിച്ച് കാണിക്കും, അന്ന് ഞാൻ നിനക്ക് ഒരു ടൈറ്റിൽ തരാം. മനസ്സിലായി? അതുവരെ നിനക്ക് അർഹതയില്ല പൊണയ്ക്കാൻ. ശരി, അതുവരെ നിനക്ക് അർഹതയില്ല. അന്ന് വരെ നീ നൂബാ. ശരി, നൂബ്. ഈ RP കമ്പ്യൂട്ടറിലെ നൂബ്, RP ഗെയിമിംഗ് കമ്പ്യൂട്ടറിൽ നൂബ്. സാഗറല്ലേ അന്ന് നീ സാഗറിന്റെ കാര്യം പറഞ്ഞത്, വേറെ ആരുടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അന്ന് വരെ അമ്പാന്റെ നീ ഇടയ്ക്ക് നൂബ്. ഫസ്റ്റ് തന്നെ 1v1 ഇപ്പൊ മെഴുകി വരുത്തുണ്ട്. അന്ന് വരെ നീ നൂബ. പിന്നെ നീ ഇത്രയും നാളും നീ ഇതായി പോയി, അല്ലെങ്കിൽ 4 പേര് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ DC എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിന്റെ ടാഗ്. മനസ്സിലായി? അത് നീയായിട്ട് ഉണ്ടാക്കിയെടുത്തല്ല. ഓക്കെ, അത് നീയായിട്ട് ഉണ്ടാക്കിയെടുത്തല്ല, അത് കഴിവുള്ളവന്മാര് ആയിട്ടുള്ള ELDയിലെ മെമ്പേഴ്സ് ഉണ്ടാക്കിയെടുത്ത ടാഗാ. നീ അവിടെ കൊണയ്ക്കാനും കക്കൂസ് ഇടാനും പിന്നെ അവിടെ ഗ്രൈൻഡ് ചെയ്ത് വെക്കാനും മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ, അത് വെച്ചിട്ടാണ് നീ ഇത്രയും ഞെളിഞ്ഞ് സ്റ്റാങ്കെ, ഇവിടെ എത്തിയത്. ഒരു മിനിറ്റ്. ഇവൻ ഈ കേസ് ഇപ്പൊ എടുത്തിട്ടുണ്ട് ഞാൻ പറയാണ്, എല്ലാവരും അറിയാൻ വേണ്ടി തന്നെ ഞാൻ പറയാണ്. ഇവൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, DC വേഴ്സസ് R34 ഒരു വാർ നടന്നപ്പോൾ നമ്മളാരും ഒരു ലൈവ് പ്രൈവറ്റ് ആക്കിയെന്ന്. ആ സാധനം ഒരു കാണിച്ചു തരികയാണെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. കാരണം ഇവൻ ഈ ഡയലോഗ് അടിച്ചിട്ട് ഞാൻ DC-യിലുള്ള മെയിൻ പ്ലേയേഴ്സ്, ഞാൻ പറയണ അതല്ല, DC-യിൽ ഇവൻ എന്ന് വെച്ചാൽ അവിടുത്തെ മെയിൻ ഒരു പൊട്ടനായിരുന്നു, കോലീഡറാക്കി മാറ്റി വെച്ചിരുന്ന ഒരു പൊട്ടൻ. ഒരു വാറോ പ്രീവാറോ ഒന്നിനും ഇവനെ ഇറക്കത്തില്ലായിരുന്നു, ഒരു മൂലയിലിരുത്തി വെക്കുമായിരുന്നു. ഇവനെക്കാട്ടി നന്നായിട്ട് നമുക്കറിയാം. ഇവന്റെ DC-യിലെ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ പൊട്ടനാണ് നമ്മൾ ഇത് വാറി പോലും ഇറക്കാതെ മൂല വെച്ചിരുന്നവനല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കേസല്ലേ, ആ പൊട്ടൻ വല്ല പറയണ കേട്ടിട്ടാണ് നിങ്ങൾ നമ്മളടുത്ത് വന്ന് ചോദിക്കണേ. അങ്ങനെയാണ് അവന്മാരെ DC-യിലെ മെയിൻ പ്ലേയേഴ്സ് എൻ്റെ അടുത്ത്. ഇന്നലെ രാത്രി ഞാൻ DC-യിലെ മെയിൻ പ്ലേയേഴ്സിൻ്റെ അടുത്ത് കാര്യം ചോദിച്ചു. ഈ പറഞ്ഞത് അവന്റെ പ്ലേയേഴ്സ് പറഞ്ഞ ഇതാണ്, ഇവനെ കാര്യം എന്തിനാ നമ്മളടുത്ത് ചോദിക്കണേന്ന്. ഇങ്ങനത്തെ ഒരു ലൈവും ഇല്ല. കാരണം DC R34 ഒരിക്കലും അടി ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല, ആകെ ഒരു വാറ് ചുമ്മാ കളിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അല്ല രാജുഭായി, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് പൊട്ടിയായിരുന്നു DC R34 കളിക്കുന്ന സമയത്ത് ഒന്ന് പൊട്ടിയായിരുന്നു. അപ്പൊ ഒരു വൾഗർ പോലെ ആയപ്പോഴത്തേക്ക് നമ്മളെല്ലാം കൂടെ വീശി വന്നിരുന്ന സോളോ ആക്കി. ശരി, അപ്പൊ ആ രണ്ട് സൈഡിലെ ലൈവുകളിലും വൾഗറായിട്ട് സംസാരിച്ചുകൊണ്ട് നമ്മൾ മ്യൂച്വലി അത് പ്രൈവറ്റ് ആക്കി. ആ അത് കേസ് ആദ്യം കൂതിയും തിരിച്ചത് ആ വാറിന് പോലും നീ ഇറങ്ങിയിട്ടുണ്ടോടാ, കൊണയ്ക്കാൻ പറഞ്ഞ അവനെ കോലീഡറാക്കി ഒരു മൂലയിലെ പൊട്ടനെ കണക്ക് വെച്ചിരിക്കുക. ഇവനൊരു പൊട്ടനെ കോരി ആദ്യം കൂതി തിരിച്ചറിയാത്തവന്മാര് DC-യിലുള്ളവന്മാരാണ് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഈ ഗെയിമിനകത്ത് ടൈറ്റിൽ അച്ചീവ്മെന്റ് ഇല്ലാത്ത വാണോ ഈ പറയുന്നത്. നീ അറ്റ്ലീസ്റ്റ് 1v1 എടുത്ത് ജയിച്ചൊരു മോണ്ടയിലും കാണിക്കും, പിന്നെ നമുക്ക് സംസാരിക്കാം. ലൈവ് ടൂമ്പാ നിൽക്കുമ്പോഴേ ആലോചിക്കണം, അവരാണോ ഒന്നെങ്കിൽ അവരാധിക്കാനോ അറിയണം, അതും അറിയില്ല. അതും അറിഞ്ഞൂടാ. എങ്ങനെയെങ്കിലും ഇന്നലെ 2 ഇത് കിട്ടട്ടെ എന്ന് വിചാരിച്ച് വന്ന് ഉണ്ടാക്കാൻ നോക്കിയതല്ലേ മോൻ. വായി കിട്ടില്ല, വട്ടത്തില് കിട്ടിയതില്ലേ? ആ ഉള്ള മര്യാദയ്ക്കുന്ന ഗ്യാങ്ങിന്റെ വായി കിട്ടി. അതെ, നോക്കുന്നില്ല. ഇപ്പം നല്ല റെപ്യൂട്ടഡ് ഗ്യാങ് ആണ്. ഞാൻ പറയില്ല, നിന്റെ മുഞ്ചി ഇത് കണക്കല്ല, നല്ല റെപ്യൂട്ടഡ് ഗ്യാങ് ആണ് DC. നല്ല മര്യാദക്ക് കളിച്ചു നിന്ന പയ്യന്മാര്. അവന്മാരെ ഇതേപോലെ ഒരു വാണം കളിച്ചെന്ന് പറഞ്ഞ സാഗര ആ DC-യുടെ വില കളയരുത്. നീ ആയിട്ട് ദേവിത നിന്റെ വായിന്ന് DC എന്ന പേര് എടുക്കല്ലേ. പിന്നെ ഇനിയൊന്നും ഇല്ല, ഇനി മനസ്സിലായി, ഇനിയൊന്നുമില്ല. ഇനിയിപ്പോ ഈ അപരാധം ചെയ്തെങ്കിലും കുറച്ച് അച്ചീവ്മെന്റ് ഉണ്ടാകട്ടെ, അപ്പൊ അങ്ങനെ ജീവിച്ച പോട്ടെ. ഞാൻ ടോപ്പിക് കൂടെ എനിക്ക് അത് മാത്രമല്ല, ഇന്നലെ ഞാൻ സാഗറിന്റെ ഒരു ചെറിയൊരു POV മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ ഫുള്ള് ലൈവ് കണ്ടിട്ടില്ല. എനിക്ക് ഇതിന് എക്സ്പ്ലനേഷൻ തരാനും മാത്രം ഞാൻ രാജുഭായി ആ ഫുള്ള് ലൈവ് ഇരുന്ന് കണ്ടില്ല. ഓക്കെ, കാണത്തിന്റെ ഓൾറെഡി 3 നേരം ഓൾറെഡി എടുത്ത് കളഞ്ഞു KV-ന്ന്. അതിന്റെ റീസണും എനിക്ക് അറിഞ്ഞുകൂടാ. ആ വീഡിയോയും അതും തമ്മിൽ നമുക്ക് യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, അങ്ങനെ ഇപ്പൊ കളഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വീണ്ടും എൻ്റെ കയ്യിലിരിക്കുന്ന പ്രൂഫും പിന്നെ ഇവന്മാര് ഞാനൊരു കാര്യം പറയാം. നമ്മൾ KV കളിച്ച സമയത്ത് തന്നെ നമ്മൾ കുറച്ച് പേര് KV-നെ കുറ്റം പറയുന്നതും KV-നെ മാത്രമല്ല KKB-നെ കുറ്റം പറയുന്നതിന്റെ ഒരു കുറച്ച് ഓഡിയോയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. വാസ്കോ, ഞാനും ത്രാങ്കും കാരണമല്ല നിന്റെ ഈ പറയുന്ന KKB ഡിസ്മാൻഡിൽ ആയിപ്പോന്ന് നിനക്ക് നല്ലപോലെ അറിയാം. നീ KV കയറിയതിന് ശേഷം നിനക്ക് നിന്റെ കൂടെയുള്ള ആൾക്കാരെ പിടിച്ചു നിർത്തണം, നിനക്ക് എന്താ പറയാ എന്തേലൊക്കെ പറയാൻ കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ പറയണമെന്ന് വെച്ചിട്ട് ഞാനും ഫ്രാങ്കും കാരണം അടി ഉണ്ടാക്കിയ KKB ഡിസ്മാൻഡിൽ ആക്കിയത് എന്ന് നിനക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതിന്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. KKB KV-യുടെ ഒരു ഫ്രണ്ട്ലി ഗ്യാങ് തന്നെയായിരുന്നു. ഓക്കെ, പക്ഷെ KKBക്ക് ഒരു സമയത്ത് KKB എന്താണ് അവർക്ക് ഇൻഡിപെൻഡന്റ് ആവണമെന്ന് തോന്നിയുകൊണ്ട് അവരെന്ത് ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയി. അവർക്ക് ആരുടെ അണ്ടറിൽ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് KKB അവരുടെ വഴിക്ക് പോകുന്നത്. ഓക്കെ വാസ്കോ, ഇത് നീ കേൾക്കണം. ഓക്കെ, അവരുടെ വഴിക്ക് പോയിട്ട് അവർ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ആരാ? ത്രാങ്ക്. ഓക്കെ,
സ്രാങ്കിനെ റിക്രൂട്ട് ചെയ്തപ്പോൾ ഈ പറയുന്ന സ്രാങ്കും കേവിയും തമ്മിൽ ഇഷ്യൂസ് ഉണ്ട്. പണ്ട് മുതലേ ഇഷ്യൂസ് ഉണ്ട്. കാരണം കേവിക്ക് സ്രാങ്കിന് ഇഷ്ടമല്ല, സ്രാങ്കിന് കേവിന് ഇഷ്ടമല്ല. പക്ഷെ എന്ന് വെച്ച് സ്രാങ്കിനെ എടുത്തുകൊണ്ട് സ്രാങ്ക് ഒരിക്കലും ഈ പറഞ്ഞ കണക്ക് കേവിനെ അടിക്കണമെന്നോ ടീവനെ അടിക്കണമെന്നോ KKB കയറിയിട്ട് സ്രാങ്ക് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഡിസ്മാൻഡിൽ അതിന് പോയ റീസൺ ഞാൻ സ്രാങ്ക നിങ്ങൾ ഒരിക്കലും നിനക്ക് പറയാൻ പറ്റത്തില്ല വാസ്തവം. പിന്നെ നീ ആ KKBയുടെ VC കാത്തിരുന്ന് AJയും സ്രാങ്കയ്ക്ക് ഇടുള്ള സമയത്ത് നീ ഒരു ഡയലോഗ് അടിച്ചായിരുന്നു. നമ്മുടെ ഇപ്പം ആ പുള്ളിക്കാരൻ നമ്മുടെ ഗ്യാങ്ങില്ല. എനിക്ക് ആ ഒരു പുള്ളിക്കാരനെ ഡ്രാഗ് ചെയ്തിട്ട് ഇതിനകത്ത് ഇടാൻ താല്പര്യമില്ല. കാരണം ഇതിനകത്ത് ഇല്ലാത്ത ഒരാളെ എനിക്ക് ഡ്രാഗൻ ഒട്ടും താല്പര്യമില്ല. KVയിൽ ഇല്ലാത്ത ഒരാളെ ഡ്രാഗൻ ഒട്ടും താല്പര്യമില്ല. ആ ഒരു മനുഷ്യനെ പറ്റി നീ ഒരു വാക്കടിച്ച്, നീ ഒരു ഡയലോഗ് അടിച്ച്, അതിന്റെ വീഡിയോ പ്രൂഫ് ഏജയുടെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ ഏജ ഇപ്പം നാട്ടിലില്ല. അവർ 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അത് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അത് ഇന്ന് കാണിച്ചു കൊടുത്തേനെ വാസ്കോ. നീ അവിടെ ഇരുന്ന് കേവിനെ പറ്റി ഉമ്പിത്തരം പറഞ്ഞിട്ട് ഇപ്പൊ നീ KV കയറിയിട്ട് ഞാനും സ്രാങ്കും കാരണമാണ് KKB ഡിസ്മാൻഡിലായി പോയെന്ന് പറയുന്നത് ചീപ്പ് പരിപാടി. ഓക്കെ, ഇതെങ്ങനെയാ എനിക്ക് പറയാൻ തോന്നുന്നത്? ഞാനും സ്രാങ്ക് എന്താ ചെയ്ത KKBനെ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയത്തില്ല. ഈ KKBക്ക് അല്ല സ്രാങ്ക്, KKBക്ക് ഞാനായിട്ട് എന്ത് ഇഷ്യൂ? KKBയിലെ ഒരു പ്ലെയറിനും ഞാനായിട്ട് ഇഷ്യൂ ഇല്ല. ഞാൻ ഒരൊറ്റ ഇഷ്യൂ KKB ആയിട്ട് ഉണ്ടായ റീസൺ എന്ന് പറയുന്നത് ഏതോ ഒരു ഡ്രസ് ഷോപ്പിൽ ഏതോ ഒരു ഗൺ ഷോപ്പിൽ വെച്ചിട്ട് ഇവന്മാര് സ്രാങ്കിന് എന്തോ പറഞ്ഞപ്പം ഞാൻ KKBനോട് റേസ് ആവും, ചൂടാവും, എന്തോ ഉണ്ടായിരുന്നു. ഇത് മാത്രമേ KKB ആയിട്ടുള്ള എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ എവിടെയും KKBനെ അടിക്കണമെന്നോ KKB നമ്മളെ ഫ്രണ്ട്ലി ഗ്യാങ്ങിൽ നിന്ന് എടുത്ത് മാറ്റണമെന്നോ KKB ആയിട്ട് നമുക്കൊരു ഫ്രണ്ട്ലി ഹുഡ് വേണ്ടെന്നോ ഞാൻ KVക്കാരുടെ അടുത്ത് പോലും ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ വാസ്കോ, ഇല്ലാത്ത കാര്യം ഇല്ലാത്ത രീതി പറയരുത്. നിന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടോ? എന്തേലും ഉണ്ടോ? എടാ വെറുതെ വായി കൊണ്ട് പറയാതെ. പക്ഷെ നീ പറഞ്ഞ സാധനം അത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, എൻ്റെ ഏജയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ഇപ്പൊ നിങ്ങളെ കോൺട്രവേഴ്സി കണ്ടിന്യൂ ആണെങ്കിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഏജയുടെ കയ്യിൽ നിന്ന് നീ KKB VC ഇരുന്നിട്ട് KVയിലുള്ളവരെ പറ്റി പറഞ്ഞ സാധനം ഞാൻ കാണിച്ചു തരാം. എന്നിട്ടല്ലടാ നീ KV കളിക്കുന്നേ. നാണം ഉണ്ടോ നിനക്ക്? സീരിയസ്ലി എന്താറിട്ടായി പറയുന്നേ? എടാ വായി കൊണ്ട് എല്ലാവർക്കും പറയാൻ പറ്റും, പക്ഷെ നമ്മളത് കാണിക്കാൻ ചില ആൾക്കാരുടെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് ഓഡിയോ പ്രൂഫ് ഇപ്പൊ ഞാൻ കാണിക്കത്തില്ല. കാണിക്കണോ രജു ഭായി? ബാക്കിയുള്ളവരുണ്ട്. ആ ഓഡിയോ പ്രൂഫ് വേറെ ആരുടെ അല്ല മൊയലിന്റെ ചാറ്റും ഉണ്ട്. പിന്നെ ഈ പറയുന്ന കണക്ക് പൃഥ്വിയുടെ കുറച്ച് ഓഡിയോ വോയിസസും ഉണ്ട്. പിന്നെ അതിനകത്ത് മൈക്കിക്ക് വലിയ ഒരു ഇതില്ലെന്ന് തോന്നുന്നു. മൈക്കി അതിനകത്ത് വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഈ പറഞ്ഞ പൃഥ്വിയും മൊയിലും. പക്ഷെ മൊയിൽ എനിക്ക് ഇതിനകത്ത് ഡ്രാഗൻ ഇല്ല. അവനോട് റെസ്പെക്ട് എനിക്ക് സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. കാരണം ഇന്നലെ അവൻ എന്നൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, മൊയിലിനോട് എനിക്ക് ഇപ്പോഴും റെസ്പെക്ട് ഉണ്ട്. പൃഥ്വി നീ പറഞ്ഞ കുറച്ച് കാര്യങ്ങള് ആ ഒരു ഓഡിയോ ക്ലിപ്പിനകത്തുണ്ട്. അത് എല്ലായിടത്തും സ്രാങ്കിനെ അഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് എനിക്ക് ഇപ്പൊ കാണിക്കുവാണെങ്കിൽ അത് സത്യം പറഞ്ഞാൽ എനിക്കത് ശരിയല്ലെന്ന് തോന്നി. കാരണം നീ പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാങ്ങിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ, ഇപ്പൊ ആ പുള്ളിക്കാരൻ നമ്മുടെ ഗ്യാങ്ങിൽ കളിക്കുന്നില്ല, ആ പുള്ളിക്കാരനെ നീ കുറച്ച് കാര്യം പറയുന്നുണ്ട്. അത് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു പുള്ളിക്കാരനെ ഒരു അനാവശ്യമായിട്ട് ഞാൻ ഈ സാധനത്തിലോട്ട് വലിച്ചിട്ട് ഒരു ഹെയ്റ്റോ അല്ലെങ്കിൽ ആ പുള്ളിക്കാരന് ഒരു കോൺട്രവേഴ്സി ഒരു ഇതുണ്ടാക്കി കൊടുക്കുന്നതാണ് കൈപ്പോ. എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. കാരണം ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരാം, ഇല്ലെങ്കിൽ ആ സംഭവം കാണിക്കേണ്ട ആവശ്യം ഇപ്പൊ കറന്റ് എനിക്കില്ല. കാണിക്കേണ്ട കാര്യമില്ല. കറന്റ് എനിക്കത് കാണിക്കേണ്ട ആവശ്യമില്ല. അതെ, അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് വേറെ ഇപ്പൊ ആൾക്കാരെ കുറച്ച് ട്രൈ ചെയ്യുന്ന ഉൾപ്പെടെ ഉണ്ട്. അപ്പൊ അത് ഇറങ്ങി കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ്. അതുകൊണ്ടാണ് ആളുടെ അടുത്തും കൂടെ ചോദിച്ചിട്ട് കാണിക്കാം. ആ പുള്ളിക്കാരനോട് ചോദിക്കട്ടെ, അത് നമ്മൾ ആ പുള്ളിക്ക് ഇത് ചോദിച്ചിട്ട് കാണിച്ചു ആ പുള്ളിക്കാരോട് ചോദിച്ചിട്ട് ആ ഓഡിയോസ് ഒക്കെ അയച്ചു കൊടുത്ത് ഇത് കാണിച്ചു കൊടുത്തോട്ടെ ഓക്കെ ആണോ ചോദിച്ചിട്ട് ആ പുള്ളിക്കാരൻ ഓക്കെ ആണെങ്കിൽ നമ്മളിത് കോൺട്രവേഴ്സി അല്ല, നമ്മളിത് അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ പട്ടി ഉരക്ക് റിപ്ലൈ ഇല്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം പറയാം. ഇത് കഴിഞ്ഞിട്ട് പട്ടി ഉറക്കൊന്നും ഞാൻ ഇല്ല. സീരിയസ്ലി ഞാൻ എന്റെ വഴിക്ക് പോവാ. ഇന്നലെ ഞാൻ ഒറ്റ കാര്യം പറയാം. എന്റെ തന്തക്കും തള്ളക്കും വിളിക്കാനും മാത്രമായിട്ട് ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കൂടെ കളിക്കുന്ന റാംബോ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നമ്പർ ചോദിച്ചപ്പം ഞാൻ ഇത് കാണിച്ചു തരാം. നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ നമ്പർ പ്രോപ്പറായിട്ട് ഞാൻ DC അയച്ചു കൊടുത്ത് റാംബോനോട് പറഞ്ഞു, റാംബോ തെറി ഒന്നും വിളിക്കാൻ നിൽക്കരുത്. ഞാൻ 3 വട്ടം ആലോചിച്ചാണ് നമ്പർ കൊടുത്ത്, തെറി വിളിക്കാൻ നിൽക്കരുത്, നമ്പർ തരാം, പക്ഷെ ആ നമ്പർ ലീക്ക് ആക്കാനും പാടില്ല. ഇത്രയും ഞാൻ പറഞ്ഞു. സ്ക്രീൻ ഷെയർ വരെ റാംബോനെ മാറ്റിച്ച് നമ്പർ കൊടുത്ത് ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. ആ നമ്പർ കൊണ്ട് കൊടുത്തിട്ട് ഉപകാരം ഇല്ലായിരുന്നു. എന്നിട്ട് ഇവന്മാർ DC വിളിച്ചായിരുന്നു ഇവന്മാർ തെറി വിളിച്ചത്. തെറി വിളി സംഭവം നമ്പർ കൊണ്ട് കിട്ടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ UAE മൈക്ക്, അപ്പൊ അവിടെ കോൾ എടുക്കാൻ പറ്റത്തില്ല. അതാണ് നമ്പർ. എടാ പാർക്ക, പിന്നെ എനിക്ക് വേറൊരു കേസ് നമ്മൾ പറയാനുണ്ട്. ഞാൻ KKB കയറിയത് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 വർഷമായി. KKB കയറിയിട്ട് KKB ഡിസ്മാൻഡിലായിട്ട്. ഓക്കെ, അപ്പോ
ഞാൻ മര്യാദയ്ക്ക് ഒരു ഇതൊന്നും വേണ്ട, കോൺട്രവേഴ്സി ഒന്നും വേണ്ടെന്ന് മര്യാദയ്ക്ക് അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് KKB കയറി. അപ്പോൾ KKB കയറി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അടുത്ത ലീഡറും ഈ പറയുന്ന കുറച്ച് 1-2 പേര് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എൻ്റെ സപ്പോർട്ടായിരുന്നു. 1-2 ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ പ്രശ്നമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഗ്യാങ്ങിൻ്റെ നിലനിൽപ്പിനെയും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടായ സമയത്ത് ഇങ്ങനെ ലാസ്റ്റ് ഞാൻ ഊമ്പിച്ചു എന്നുള്ള ഒരു കേസിൽ അവിടുത്തെ ലീഡർ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്ത് ഹിറ്റ്മാൻ്റെ ലൈവ് പറഞ്ഞ് എന്നെ താഴ്ത്തി, എന്നെ താഴ്ത്തി. ലാസ്റ്റ് ഓഡിയൻസും സെർവർ അഡ്മിൻസും എല്ലാം അത് വിശ്വസിച്ചു. എന്നിട്ട് ഇപ്പോഴും അവരുടെ മനസ്സിൽ അതുണ്ട്, ഞാനാണ് KKB ഊമ്പിച്ചെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ ഒരു ബാൻഡ് ഒരു 1 ഓഫ് ദി മേജർ റീസൺ അതും കൂടെയാണ്. അപ്പോൾ എനിക്ക് ഇത് ഇപ്പോഴാണ് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാനാ ഊമ്പിച്ചത് എന്നുള്ളതിന്റെ ക്ലിയർ പ്രൂഫായിട്ട് അത് ആരാന്ന് വെച്ചാൽ ഒന്ന് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാനത് സമ്മതിക്കും. അല്ലാത്ത പക്ഷം ഞാനും കുറച്ച് സാധനങ്ങൾ പുറത്തിറങ്ങും. പക്ഷെ ഞാൻ ഇന്നലെ വാസ്കോ എന്ന് പറയുന്ന ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ച സമയത്ത് അവൻ വേറെ കുറെ റീസൺസ് ഒക്കെയാണ് പറയുന്നത്, അവൻ എന്തുകൊണ്ടാണ് ലൈവ് പറഞ്ഞത്. പക്ഷെ അവൻ ഇന്നത്തെ ലൈവിൽ മാറ്റി പറയാന്ന് പറഞ്ഞു. പക്ഷെ ഫാൽക്കണ മുമ്പിച്ചെന്നുള്ള കാര്യം അവൻ മാറ്റി പറയത്തില്ല, ഞാനാ മുമ്പിച്ചെന്നുള്ള കാര്യം അവൻ മാറ്റി പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാല് നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം നടക്കും. ഞാൻ ചോദിച്ചില്ലേ, ഞാൻ ഒരാളോട് ചോദിച്ചിട്ട് ആ ഒരു ഓഡിയോ പ്രൂഫ് പുള്ളിക്കാരൻ ഓക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അത് കാണിക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഓഡിയോ പ്രൂഫ് കാണിക്കും. പക്ഷെ നീ പറഞ്ഞത് ഞാനാണെങ്കിൽ പക്ഷെ അവൻ പറയുന്നത് വേറൊരാളെയാ. ആ ഒരാള് കാരണമാണ് എന്നൊക്കെയാണ് പറയുന്നുണ്ട്. വെറുതെ കണ്ടവരുന്നു ഇതിനകത്തോട്ട് വലിച്ചിടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ എൻ്റെ വഴി നോക്കി പോവുക. എനിക്കൊരു ഹെയ്റ്റ് ഉണ്ടാക്കാനോ എനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. ഓക്കെ, ഈവൻ ഇപ്പൊ എനിക്ക് ഇന്നലെ കുറെ ആയിട്ട് KVയിലെ വ്യൂസ് വന്നിട്ട് റാംബോന്റെ ചാറ്റിൽ സ്പാം എന്നുണ്ടായിരുന്നു. ഫാൽക്കൺ മറ്റേ KV ആയിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാ. സീരിയസ്ലി ഞാനിവിടെ കയറിയിട്ട് കുറെ MRC ഞാൻ കയറാൻ കുറെ ട്രൈ ഹാർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കുറെ ഇഷ്യൂസും ഈ സ്രാങ്കിന്റെ കേസ് പോലത്തെ എനിക്ക് 1-2 കേസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി തന്നെയാണ് MRC കയറാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ മോയിലിനെ വിളിച്ച് വരെ സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കാനുള്ള റീസൺ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മോയിലിനെ വരെ വിളിച്ചിട്ട് എൻ്റെ MRCയിൽ എടുക്കാൻ വേണ്ടി സംസാരിപ്പിച്ചിട്ടുണ്ട്. അതാണ് അമ്മാര് മറ്റേ എന്താണ് പറഞ്ഞത് ഇന്നലെ മറ്റേ KVന്റെ എന്താ പറയാ രാജുബി, ഇവിടെ കൂടെ നിന്നിട്ട് ബാക്കിയുള്ള ഗ്യാങ്സ് സ്ലോട്ട് ചോദിച്ചത് അങ്ങനെയല്ല KVനെ ആശ്രയിച്ചിട്ട് നമ്മൾ വേറെ ഗ്യാങ്ങില് അങ്ങനെ MRC ഞാൻ കയറാൻ വേണ്ടി KVയുടെ ഹെൽപ്പ് വേണ്ടി അവന്മാരെ പറഞ്ഞിട്ടാ നീ KV കയറിയെന്ന് അവര് വിചാരിച്ചോണ്ട്. പിന്നെ പക്ഷെ അതല്ല, അങ്ങനെയല്ല ഞാൻ കയറിയത്. ഓക്കെ, മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് മാത്രമൊന്നുമല്ല, എനിക്ക് വേണ്ടി പലവരും സംസാരിച്ചിട്ടുണ്ട്. ഡ്രാഗൺ സംസാരിച്ചിട്ടുണ്ട്, മാക്ക് സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി പലവരും പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സംസാരിച്ചതിന്റെ കണക്കൊക്കെ എങ്ങനെയാടാ പറയാൻ തോന്നുന്നു, എനിക്ക് അറിയാണ്ട് ചോദിക്കുക. അത് മാത്രമല്ല, ഈ ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിന്നെ KVന്ന് ഇറക്കി വിട്ടതാണ്, നീ KVനെ ഊമ്പിച്ചതാണ്, നീ KV എന്ന സമയത്ത് ബാക്കിയുള്ള ഗ്യാങ്സ് സ്ലോട്ട് ചോദിച്ചു പോയതിന്റെ പ്രൂഫുകളൊക്കെ ഉണ്ട്. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്താ പറഞ്ഞ KV നീ എന്തിനാ KV ലെഫ്റ്റ് ആയത്? ആക്ച്വൽ റീസൺ അങ്ങനെയല്ല, അല്ല നിന്നെ ഇറക്കി വിട്ടതാണോ അവർ ലൈവ് ഇറക്കി വിട്ടതാണോ നീ ഇറങ്ങിപ്പോയതാണോ മാത്രം പറഞ്ഞാൽ മതി. ഇറക്കി വിട്ടതുമല്ല ഇറങ്ങിപ്പോയതുമല്ല. ലാസ്റ്റ് ആയിട്ട് VCയിൽ ഒരു ഇഷ്യൂ വന്നപ്പം അപ്പാപ്പൻ ഇൻഡയറക്റ്റ് ആയിട്ടാണ് സംസാരിച്ചത്. അപ്പാപ്പൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, താൽക്ക നിനക്ക് ടെക്സസ് നോക്കി നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ നീ ടെക്സസ് നോക്കി നടത്തിക്കോ, നിനക്ക് KVനേക്കാളും നല്ല രീതിയിൽ ടെക്സസ് കൊണ്ടുപോകാൻ പറ്റും. കാരണം എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഗ്യാങ്ങിനേക്കാളും കൂടുതൽ ഞാൻ RP പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ. അപ്പം ഒരു ഗ്യാങ് എൻ്റെ എപ്പോഴും സെക്കൻഡറി ആയിരിക്കും, പക്ഷേ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് എപ്പോഴും മെയിനായിട്ട് വേണ്ട സാധനമാണ്. ഞാനിപ്പോൾ ഒരു ഗ്യാങ് ഞാൻ ആദ്യം ടെക്സസിൽ കളിച്ചു, എന്നിട്ട് ഞാൻ പിന്നെ പോയി KV കളിച്ചു എന്ന് വെച്ചാൽ ഞാൻ മൊത്തത്തിൽ ടെക്സസ് അങ്ങ് വിടത്തില്ല. ഈവൻ അത് ഏത് ഗ്യാങ് ആണെങ്കിലും ആ ഒരു ഗ്യാങ്ങിനകത്ത് ഇരിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനേ നോക്കിയിട്ടുള്ളൂ. മെയിനായിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാങ്ക് എന്നെ ഫിനാൻഷ്യലി എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത്രയൊന്നും ഈ പറയുന്ന പൃഥ്വി മൈക്കി നീ ഒന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, നിനക്കൊന്നും അറിയത്തൂല, എൻ്റെ റിയൽ ലൈഫിനെ പറ്റി നിനക്കൊന്നും അറിഞ്ഞൂടാ. അത്രയും കുറേ പൈസ ഒക്കെ ഫ്രാങ്കിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്കൊന്നും ഫ്രാങ്ക് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, അത് പറയേണ്ട ആവശ്യമില്ല. അവൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്കിനെ പൈസ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്കിനെ തിരിച്ചു കൊടുക്കും. അത് നമ്മൾ തമ്മിൽ മാത്രം അറിയുന്ന കാര്യമാണ്. ഇത് ലൈവ് ഇട്ട് ഒരു 2000 മേടിച്ച് 1000 മേടിച്ച് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചീപ്പ് പരിപാടി. ഓക്കെ, അത് എന്താ വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അപ്പം അപ്പാപ്പൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, നിനക്ക് ഒരു ഇഷ്യൂ നടന്നപ്പം ടെക്സസ് നോക്കി നടത്താൻ താല്പര്യമുണ്ട്, നിനക്ക് ടെക്സസ് നോക്കി നടത്തിക്കോ. ഫാൽക്കണിൻ്റെ കൂടെ ആർക്കെങ്കിലും ടെക്സസിൽ പോയി കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെക്സസിൽ പോയി കളിച്ചോ എന്ന രീതിയിൽ പറഞ്ഞു. അത് എനിക്ക് കേട്ടപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് ഇറങ്ങിക്കോ. അപ്പം ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിക്കോ എന്ന രീതിയിൽ പറയുന്നില്ല. അപ്പം ഈ രീതിയിലുള്ള ഒരു ഇതാണ് എനിക്ക് തന്നത്. അതിപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സീരിയസ്ലി ബാഡായി. അപ്പോൾ പിന്നെ ഞാൻ നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ.
ഓക്കെ. അതിനൊരു റീസൺ ഉണ്ട്. ഓക്കെ. ആ റീസൺ എനിക്ക് പറയാൻ ആക്ച്വലി താല്പര്യമില്ല. ആ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. കാരണം എനിക്ക് ടെക്സസ് റീബിൽഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ കെവിഎൽ എന്നെ എന്താ പറയുക, പണ്ട് എന്നെ കെവിഎൽ 2 കൊല്ലം മുന്നേ എടുക്കുമ്പം എന്നോട് 2 ഗാങ്ങിലും കൂടെ കളിച്ചോ എന്ന് പറഞ്ഞാണ് എന്നെ കെവിഎല്ലോട്ട് എടുക്കുന്നത് തന്നെ. ഓക്കെ. പിന്നെ കുറച്ച് ഇഷ്യൂസായി. എനിക്ക് സിയോണി പെർമനന്റ് കിട്ടി. പെർമനന്റ് കിട്ടിയതിന് ശേഷം ഈ പറയുന്ന കണക്ക് എന്താണ് ടെക്സസ് എനിക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കെവിഎൽ മാത്രമായിട്ട് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത്. അപ്പോഴും എൻ്റെ മൈൻഡിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ആശ്രയിച്ചിട്ട്, കാരണം ഞാൻ ലീഡറായിട്ട് നിന്നാൽ മാത്രമേ ഒരു ഗ്യാങ് ഫ്രണ്ടിലോട്ട് പോകത്തുള്ളൂ. ഇവന്മാർ പറഞ്ഞ് എൻ്റെ തലയിൽ അത് മാത്രമായി. കാരണം ഇവന്മാരും ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നുമില്ല. ഇവന്മാർക്ക് ആരും നോക്കി നടത്താനും പറ്റത്തില്ല. അപ്പോൾ നോർമലി ഞാൻ ചെയ്യുന്നത് എൻ്റെ സൈഡിൽ നോക്കുമ്പം ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ട് ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടാലും ഇല്ലേലും കുഴപ്പമില്ല. ബാക്കിയുള്ള അത്രയും പേര് എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന പല പ്ലേയേഴ്സും ഉണ്ട്. പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയില്ല ആ സമയത്ത്. ഓക്കെ. അതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഫ്രാങ്കിൻ്റെ ഫിനാൻഷ്യൽ എന്നെ ഹെൽപ്പ് ചെയ്ത റീസണും കൂടെ കൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്യാൻ പറ്റിയില്ല. അത് നിങ്ങൾ KVക്കാരെന്നെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടുമില്ല. ഞാൻ പലപ്പോഴും KV നിന്നപ്പം തന്നെ വീണ്ടും റീബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പോയി റീബിൽഡ് ചെയ്തോട്ടെ, ഞാൻ 2 സൈഡും ഞാൻ ഒരേപോലെ കളിക്കും, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ 2 സൈഡും ഒരേപോലെ കളിക്കും, ഞാൻ ഇഷ്യൂസ് ഒന്നും ആക്കത്തില്ല എന്ന് കുറേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഈ KV എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം എന്ന രീതിയിലായിരുന്നു. നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ കാര്യം അറിയണ്ട, ബാക്കിയുള്ള കാര്യം അറിയണ്ട. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സ്രാങ്കായിട്ട് ഇഷ്യൂസ് ഉണ്ട്. സ്രാങ്കിനായിട്ട് നിങ്ങൾക്കും ഇഷ്യൂസ് ഉണ്ട്, സ്രാങ്കിന് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്നോട് പോയി കളിക്കണ്ടെന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ശോകമായിരുന്നു. അത് തന്നെയായിരുന്നു എൻ്റെ മെയിനായിട്ട് KVയിൽ എനിക്കൊരു ഗ്യാപ്പ് വരാനുള്ള ഫസ്റ്റ് റീസൺ. ഓക്കെ. സീരിയസ്ലി. കാരണം എന്നെ മനസ്സിലാക്കി എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ MRCയിൽ നിൽക്കേണ്ടടുത്ത് പകരം ഞാൻ ഇപ്പോഴും സ്റ്റിൽ KVയെ കളിച്ചുകൊണ്ടിരുന്നതന്നെ. ഓക്കെ. കാരണം അന്ന് നിങ്ങൾ എന്നെ ടെക്സസിലും കൂടെ ടെക്സസിലും KVയിലും കൂടെ കളിച്ചു എന്ന് പറഞ്ഞ് എനിക്കൊരു പെർമിഷൻ തന്നിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ അവിടെ KVയിൽ സ്റ്റിൽ കളിച്ചുകൊണ്ടിരുന്നതന്നെ. ഓക്കെ. നിങ്ങൾ ആ സമയം എന്നെ മനസ്സിലാക്കിയില്ല. എനിക്കിത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിഞ്ഞൂടോ. ഓക്കെ. കാരണം മതി. അത് ലൂപ്പായിക്കൊണ്ടിരിക്കുക. പിന്നെ വേറൊരു കേസ് ആയി ഇത് കുറച്ച് ഹൈലൈറ്റ്സ് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പഴശ്ശി ഒരു കാര്യം ലൈവ് പറയുന്നുണ്ടായിരുന്നു. മറ്റേ ഞാനും നീയാണ് കെക്കി ഭൂമിച്ചെന്ന് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അവിടെ ഇതെല്ലാം ഫാൽക്കന്റെ ടാക്ടിക്സ് ആയിരുന്നു. സാങ്കിനെ KKB കയറ്റിയിട്ട് നൈസിട്ട് കളിപ്പിച്ച് എന്നിട്ട് KV കയറ്റാനുള്ള പ്ലാൻ ആയിരുന്നു. അത് നടന്നില്ല, അവന് റൂമ്പനാണെന്നൊക്കെ പറഞ്ഞിട്ട് പഴശ്ശി പറയുന്നുണ്ടായിരുന്നു. പഴശ്ശിക്ക് ഉള്ള റിപ്ലൈ ഞാൻ തരാം. ഓക്കെ. പഴശ്ശി അവനെ ഒരു കാര്യം പറയാം. അളിയ, നീ ഫാൽക്കനോട് പല പ്രാവശ്യം അവിടുത്തെ ഫാൽക്കന്റെ സ്വന്തം ഡിസ്കൗണ്ട് പ്രൈവറ്റൈസിക്കകത്തിരുന്ന് പാതിരാത്രി പല അപരാധങ്ങളിൽ ഇരുന്ന് പറയാറുണ്ട്. ഓക്കെ. ചിലതൊക്കെ ഞാനും വന്നിരുന്ന് കേൾക്കാറുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ ചിലതിന്റെ ഗ്ലിംസസ് എന്റെ കയ്യിലും ഉണ്ട്, നീ എന്തൊക്കെയാ അവിടെ വന്നിരുന്ന് പറയുന്നതെന്നുള്ളതൊക്കെ. ഓക്കെ. നീ പറയുന്നതും നീ KV ചെയ്ത് കൂട്ടുന്ന പ്രവൃത്തികളും യാതൊരു ബന്ധവുമില്ല. ഓക്കെ. അപ്പോൾ മര്യാദയ്ക്ക് അവനോട് സംസാരിച്ച് മര്യാദയ്ക്കാണ് നീ അവനോട് വേണ്ടിയുള്ള റിപ്ലൈസ് കൊടുക്കുന്നതെങ്കിൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നീയും അടുത്തൊരു ഫയലിലോട്ട് കയറും. പിന്നെ നീ വന്ന വഴി നീ മറക്കരുത്. നീ പണ്ട് മാസിന്റെ VC വന്നിരുന്ന് KVയെ കുറിച്ച് വന്ന് പറഞ്ഞതും ഫാൽക്കനെ കുറിച്ച് വന്ന് പറഞ്ഞതൊക്കെ എന്റെയും പലവരുടെ ഇരിപ്പുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കുക. ഓക്കെ. എന്തായാലും എന്നെ കുറിച്ച് പറഞ്ഞു, ഞാൻ MRCയുടെ വിഷയത്തിൽ ഇടപെടാൻ ഞാൻ ആരുമില്ല. ഞാൻ MRCയുടെ കേസല്ല ഞാൻ പറയുന്നത്. ഇത് ടെക്സസിനെയും എന്നെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫാൽക്കൺ ലൈവ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാൻ MRCയുടെ കേസിൽ വന്ന് സംസാരിക്കുന്നില്ല. അല്ലല്ല, ടോട്ടലി ഇപ്പൊ നമ്മൾ ടെക്സസിന്റെ കേസാ. ഞാൻ ഒരു കാര്യം ടോട്ടലി നമ്മൾ പറയട്ടെ. MRCയുടെ അതാ കാര്യമല്ല ഇവിടെ സംസാരിക്കുന്നത്. ടോട്ടലി ഇവിടെ സത്യമായിട്ട് ടോട്ടലി പറയുകയാണെങ്കിൽ ടോട്ടലി ടെക്സസിന്റെ കാര്യമാണ് പറയുന്നത്. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ ഇന്നലെ VC സാഗറിന്റെ തന്നെ വരാൻ ലൈവിനകത്ത് പറഞ്ഞത്. അല്ല, ഇവന്മാരെ ഈ VC ഇരിക്കുന്നത് കാരണം സാഗറിന്റെ ലൈവിനകത്ത് സാഗർ പറഞ്ഞേക്കുന്ന മൊത്തം എന്നെയും പിന്നെ അത് കണക്ക് തെരളിച്ചത് മൊത്തം എന്നെയായിരുന്നു. കുഴപ്പമില്ല. അതിനകത്ത് ഫ്രാങ്കിനെ വലിച്ചിടുന്നുണ്ട്, ടെക്സസിനെ വലിച്ചിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് R34. ടെക്സസിന്റെ VC ഡിസ്മാൻഡിൽ എപ്പോഴും ഡിസ്മാൻഡിൽ R34 അവർ പറയുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് പറയേണ്ട ആവശ്യം എന്താ? എടാ, ട്രൈ ടു മൂവ് ഓൺ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവും, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക. ഓക്കെ. വെറുതെ ഒരു എന്തിനാ മിനിറ്റ്. വെറുതെ എല്ലാരും വിളിച്ചിടുന്നതിനകത്തോട്ട്? എടാ, പിന്നെ സാഗർ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു മിനിറ്റ്. ഈ കാര്യം സാഗർ ലാസ്റ്റ് എന്റെ ലൈവ് നിർത്താൻ നേരത്തെ എന്തോ പറഞ്ഞായിരുന്നു. KVയെ ഗ്ലിംസ്, ഒരു മിനിറ്റ്. KVയെ ഗ്ലിംസ് ശ്രാങ്ക് ഫയറിട്ട് പിടിച്ചല്ലേ എന്നാ? ഇത് ഫാൽക്കന്റെ ലാശേ സാഗർ ലാസ്റ്റ് പറയണുണ്ടായിരുന്നു, ഒരു കാര്യം പറയണുണ്ടായിരുന്നു. എന്താ എന്റെ ചാനൽ തന്നെ അവൻ റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞു, വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് കളഞ്ഞോ നീയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ എന്റെ ചാനൽ റിയാക്ട് ചെയ്യുന്നു. ഞാൻ പറയില്ല, നീ കാണിച്ച തന്തയിലാമ ഞാൻ കാണിക്കത്തില്ലടാ. മനസ്സിലായില്ലേ? അത്ര എനിക്ക് പറയുള്ളൂ. കുറച്ച് മെച്യൂരിറ്റി ഉണ്ട്. നിന്നെ പോലെ കൊച്ചു പൂർണ്ണല്ല ഞാൻ. കണ്ടവന്റെ ഫാമിലിയെ പറഞ്ഞ കണക്ക് നീ ഇട്ടിരിക്കുന്ന യൂട്യൂബിന്റെ ഇതൊന്നും അടിച്ചോളാൻ എനിക്ക് അത്ര താല്പര്യമില്ല. ഓക്കെ.
അപ്പോൾ ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ. എനിക്ക് വോയിസ് റെക്കോർഡിങ്സും വീഡിയോ POV എല്ലാം കാണിക്കണമെന്നുണ്ട്. പക്ഷെ അതിൽ പറയുന്നത് ഇതിലൊന്നിലും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ്. അപ്പോൾ എനിക്ക് അത് വലിച്ചിടുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ആ ഒരു പുള്ളിക്കാരൻ്റെ റെഫറൻസ് പുള്ളിക്കാരൻ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഞാനത് എന്താ വെച്ചാൽ നോക്കി ചെയ്യാം. എനിക്ക് ഇനിയിപ്പം സീരിയസ്ലി പറയുകയാണെങ്കിൽ ഈ കുരക്കുന്ന പട്ടികൾക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ താല്പര്യമില്ല. പിന്നെ ഇന്നലെ തെറി വിളിച്ചത് ഇച്ചിരി ഷോക്കായി പോയി. ആക്ച്വലി തിരിച്ചായിരുന്നു പറയേണ്ടത്. ഓക്കെ, കുഴപ്പമില്ല. എനിവേ പിന്നെ ഒരു കാര്യം കൂടെ വേറെ അല്ല പിന്നെ ഒരു കാര്യം കൂടെ സാഗർ, ഇന്നലെ നീ പറയുന്നുണ്ടായിരുന്നു ഒറ്റ കാര്യം. അത് മാത്രം എൻ്റെ മനസ്സിൽ ഇന്നലെ സത്യം പറഞ്ഞു എനിക്കത് ഉറങ്ങാൻ പറ്റില്ലടാ നീ മുത്തേ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്മാനെ പറ്റി ഞാൻ എന്തോ ട്രിഗറിങ്ങിൽ എന്തോ ഞാൻ ഇന്നലെ തെറി വിളിച്ചെന്ന് പറയുന്നത്. ചിലപ്പോൾ ഞാൻ മേ ബി വിളിച്ചിട്ടുണ്ടാവാം, എനിക്ക് ഉറപ്പില്ല. വിളിച്ചിട്ടുണ്ടാവാന്ന് തന്നെ എൻ്റെ വിശ്വാസം. കാരണം നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. നീ സത്യം മാത്രമല്ലേ പറയത്തുള്ളൂടാ. അപ്പോൾ ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സോറി, ഞാൻ ഹിറ്റ്മാനെയും കാസ്ട്രോനെയും ഇതിൽ ആരും ഞാൻ ഉൾപ്പെടുത്തി ഉദ്ദേശിക്കുന്നില്ല. ഇത് എന്നെ പറഞ്ഞവരെ മാത്രമേ എനിക്ക് തിരിച്ച് പറയണമെന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറേ പേര് എനിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നില്ല. ഓക്കെ, എല്ലാവരും ഇപ്പോൾ അവരവരുടെ കാര്യം നോക്കി പോവുക. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം നോക്കി പോവുക. പിന്നെ ഹിറ്റ്മാനെ ഞാൻ അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. കാരണം നീ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലും ഇല്ലാത്ത ഹിറ്റ്മാൻ, എല്ലാത്തിലും സപ്പോർട്ട് ചെയ്ത് നിന്ന ഹിറ്റ്മാനെ പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞത് മോശമായി പോയി ഫാൽക്ക എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. അതേ കാര്യം ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ. ഈ പറഞ്ഞ രാജു ഭായ്, ഈ പറയുന്ന തൊപ്പി നിന്നെന്ത് പറഞ്ഞു? തൊപ്പി നിന്റെ ഗ്യാങ്ങിലുള്ളവരെ പറ്റി എന്ത് പറഞ്ഞു? തൊപ്പീനെ എന്നെയൊക്കെ ചുമ്മാ അനാവശ്യമായിട്ട് വലിച്ചിട്ട് കാര്യം പറയാം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കൊക്കെ കൊള്ളുന്നുണ്ടെങ്കിൽ അത് എന്ത് സ്വഭാവമാടാ അത്? സ്റ്റാൻഡേർഡ് അത്ര ഉള്ളടാ. ഈ നിന്റെ സ്റ്റാൻഡേർഡ് നോക്കിപ്പോ നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ട്. അവന്മാർക്ക് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ, ഞാൻ പറഞ്ഞത് എനിക്കത് റിയലൈസ് ആയി. ഓക്കെ, ശരിയാ, ഹിറ്റ്മാൻ എന്നെ കുറേ സപ്പോർട്ട് ചെയ്ത് നിന്നൊരു ഒരാളാണ്. ഓക്കെ, എൻ്റെ ഡൗൺ സ്റ്റേജിലും എല്ലാ സമയവും ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഹിറ്റ്മാൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ സോറി പറയുന്നത് ഹിറ്റ്മാനോട്. ഓക്കെ, ഹിറ്റ്മാൻ അങ്ങനെ എന്തെങ്കിലും ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിറ്റ്മാനെ സോറി. പക്ഷേ നീയൊക്കെ ഒരു കാരണമില്ല തൊപ്പീനെ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചിട്ട് തെറി പറയുന്നത് ഈ സെയിം സാധനം തന്നെയല്ലേ? നിനക്ക് തൊപ്പി എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. തൊപ്പിൻ്റെ കാര്യം നോക്കി പോവല്ലേ? എന്തിനാ ബാക്കിയുള്ള ഇല്ലാത്തവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? നീ ചോദിച്ച അതേ സെയിം ചോദ്യം തന്നെയാണ് നിന്നോട് ചോദിക്കുന്നത്. എന്ന് വെച്ച് ഇനിയിപ്പം നീ ലൈവ് ഇട്ട് നീ സോറിയും തേങ്ങയൊന്നും പറയുന്നുണ്ടല്ലേ? എനിക്ക് ഒരുത്തന്നെ സോറിയും വേണ്ട. പിന്നെ ഫാമിലി ഇഷ്യൂസ്, എടാ നമ്മൾ വിശ്വസിച്ച് ഒരു സമയത്ത് ഗ്യാങ് കളിക്കുമ്പം നോർമലി എൻ്റെ അച്ഛൻ എന്താ പണി, എൻ്റെ അമ്മക്ക് എന്താ പണിയെന്ന് ചോദിക്കുമ്പം ഞാൻ നോർമലി ചോദിക്കുമ്പോൾ ഞാൻ പറയും. എനിക്കില്ലാത്ത കാര്യങ്ങൾ എനിക്ക് പറയുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നോർമലി ചോദിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ പറയും. ഫാമിലി ഇഷ്യൂസ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ അറിയാത്ത ആരുമില്ല. എൻ്റെ കേവലുള്ളവർക്ക് മിക്കവർക്കും അറിയാം. ഓക്കെ, പക്ഷെ ഒരു റീസൺ ഇല്ല, പറയാൻ ഒന്നുമില്ലെന്ന് വരിക്കുമ്പോഴത്തേക്കും അങ്ങനെയാണ്, അച്ഛൻ ഇങ്ങനെയാണ്, അച്ഛൻ ഇട്ടേച്ച് പോയതല്ലേ, ഇതൊക്കെ പറയാൻ സത്യം പറഞ്ഞാൽ അത് നിനക്കൊക്കെ നേരത്തെ ഷോക്കായിട്ട് തോന്നുന്നില്ലേ? നീയൊക്കെ കാണിക്കുന്നത് എന്തുവാന്ന് നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാനുണ്ടല്ലോ ആ ഒരു ട്രിഗറിങ്ങിൻ്റെ പുറത്താണ് ഞാൻ വന്നിട്ട് രാജുബൻ്റെ ലൈവിനകത്ത് നിങ്ങളെല്ലാവരും ഞാൻ തെറി വിളിച്ചത്. സീരിയസ്ലി സോറി, എനിക്ക് തെറി വിളിക്ക് ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന്. എനിക്ക് ഇങ്ങനെ ഒരു തെറി വിളിച്ച് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി എനിക്ക് മൂവ് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, അത് വേറൊന്നുമല്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾക്ക് അത് മതിയെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, അതിലൊരു കുഴപ്പമില്ല. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. നിങ്ങൾക്ക് തെറി വിളിക്കണോ ഇനിയും തെറി വിളിച്ചു, ഒരു കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് തെറി വിളിച്ചാലും ഞാൻ ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഇതിലൊരു എൻഡും ഉണ്ട്. നമുക്ക് ലൂപ്പ് ആക്കണ്ട. എന്തായാലും ഗൈസ് അവന് കൊടുക്കാനുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇത് ലൂപ്പ് ആക്കാനുള്ള പ്രൊസീജിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും KVA അവന്റെ സൈഡിൽ ഞാൻ പറയണം. ഓക്കെ, ഇനിയും KVA ഇനി അവനെ കുറിച്ചുള്ള ഇനിയിപ്പോൾ അവൻ പൈസ ചോദിച്ചത് അല്ലെങ്കിൽ അപ്പിയിട്ടതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇനി ലൈവിലിട്ട് കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും മോശമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനി ഓരോ പേഴ്സണൽ കാര്യങ്ങൾ ഉൾപ്പെടെ ഗെയിമിനകത്തോട്ടും ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലോട്ടും സോഷ്യൽ പ്ലാറ്റ്ഫോംസിലോട്ടും കയറും. ഓക്കെ, അപ്പോൾ അതിന് നിൽക്കാണ്ടിരിക്കുക എല്ലാവരും. പിന്നെ KVയുടെ എല്ലാ പ്ലേസിനും അല്ല ഇവിടെ പറഞ്ഞത്, പറഞ്ഞവരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ പ്ലേസും അങ്ങനെയാണെന്നല്ല, അവിടെ നല്ല മര്യാദയുള്ള പ്ലേസും എല്ലാം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവന്മാരാരുമല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഇന്നലെ നമ്മളെ സാഗറും മറ്റേ ഇരുന്ന് കുറേ പേര് കുണച്ച്, അപ്പോൾ അതിൻ്റെ റിപ്ലൈ മാത്രമാണ് പറഞ്ഞത്. ബേസിക്കലി ഞാൻ അത് പറഞ്ഞെങ്കിൽ ഇവൻ്റെ വീട്ടുകാരെ പറഞ്ഞത് തന്നെയാണ് കൊണ്ടതും, അതിനുള്ള റിപ്ലൈ മാത്രമാണ് ഇന്ന് പറഞ്ഞത്, അല്ലാതെ വേറെ കൂടുതലല്ല. പിന്നെ നമ്മൾ ആ ടെക്സസിന് R34 പറഞ്ഞ കേസ്, വേറെ ഒന്നുമല്ല. ഒരു കാര്യമാണ് മാത്രം, എന്തോ ഒരു കാര്യം പറയണ്ട മാത്രം. എടാ വേറൊന്നുമല്ല, സിമ്പിളായിട്ട് എനിക്കൊരു കാര്യം ലൈക്ക് ജനറലൈസ് ചെയ്ത് പറയാനാണ്. ഫണ്ട് കൊടുക്കുക വാങ്ങുക എന്ന് പറയുന്നത് കൂടെ നടക്കുമ്പോൾ, ഇല്ലെങ്കിൽ അറിയാമെന്നുള്ളപ്പോൾ, ഇല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ പൈസ ചോദിക്കും, പൈസ തിരിച്ചു കൊടുക്കും, ചിലപ്പോൾ അത് ലേറ്റ് ആവും, എന്നെല്ലാം ചെയ്യും. നമ്മളെ കൊണ്ട് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പറയുന്നവരും ഇല്ലെങ്കിൽ ചോദിച്ചവരും
ഏകദേശം ആരുടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ ഫുൾ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. സോ വീണ്ടും എനിക്ക് താല്പര്യമില്ല വെറുതെ ഇതൊരു സംസാരമാക്കി പൈസയുടെ കണക്ക് തുറന്ന് പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടി. അങ്ങനത്തെ ഉള്ളൊരു കുടുംബത്തിൽ നിന്നുമല്ല ഞാൻ വന്നത്. അതുകൊണ്ട് ദയവ് ഇത് നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റ് കൊണ്ട് പറയാണ്, ഫാൽക്കൺ മേടിച്ചോട്ടെ ആര് മേടിച്ചോട്ടെ, നിങ്ങൾ പൈസയുടെ കണക്ക് ലൈവിലിട്ട് പറയരുത്. ഭയങ്കര മോശമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ജനറലൈസ് ചെയ്തൊരു കാര്യം പറയാനാണ്, പൈസയുടെ കണക്ക് മാത്രം പറയരുത്. വേറെ നിങ്ങൾ എന്തോ പറഞ്ഞു, പൈസ കാര്യം മാത്രം സംസാരിച്ച് ഒരുമാതിരി അതൊരു വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുന്നത് അത് ഭയങ്കര മോശമാണ്. ഒരാളുടെ ഇമേജ് വരെ ടാർണിഷ് ചെയ്യുന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. എനിക്ക് ഇതുകൊണ്ട് ആരോടൊക്കെ പൈസ ചോദിച്ചിട്ടുണ്ടെന്നും ആരൊക്കെ കൊടുത്തിട്ടുണ്ടെന്നും നല്ല രീതിക്ക് അറിയാം. അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ അതിനൊരു വിഷയമാക്കി മാറ്റരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. അത്ര തന്നെ. ഇതിപ്പോ ഇത്ര സംസാരിച്ചു, അവൻ വൾഗറായിട്ടൊന്നും സംസാരിച്ചില്ല. അവന്റെ സൈഡിൽ നിന്നുള്ള മാന്യമായിട്ടുള്ള റിപ്ലൈ അവൻ തന്നു. ഓക്കെ, ഒന്നാലോചിക്കുക, നന്നാവാൻ പോകുന്നവനെ നന്നാവാൻ വിടുക. അവന് പിന്നെയും ചൊറിഞ്ഞ് ഓരോന്ന് ഇടിക്കാതെ അവൻ അവൻ്റെ കാര്യം നോക്കി പോയതാ. അവനൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയും അവൻ ഒതുങ്ങിപ്പോന്ന് അവനോട് പിന്നെയും ചൊറിഞ്ഞ് ഓരോന്ന് മേടിക്കുന്നത് തന്നെ നിങ്ങൾക്കിട്ടുള്ള കുഴിയെ നിങ്ങൾ തോണ്ടുന്നത്. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ അല്ല, ചെയ്യാണ്ടിരിക്കുക. ഇനി ഇപ്പോഴും ഞാൻ ഒരു നിർത്തുക. കാര്യം പറയാം. പണ്ടും ഇവൻ ഒറ്റയ്ക്കല്ലായിരുന്നു, ഇനിയും അവൻ ഒറ്റയ്ക്കല്ല. അത് ഒരു കാര്യം ആലോചിച്ച് ഞാൻ പറയാം. ഫാൽക്കനെ കുത്തി അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, കൂട്ടത്തോടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞാൽ അവനെ ആരും ഇല്ല എന്നുള്ള മനസ്സിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക്. അവന് കുറെ എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും കുറെ പേരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഫയലും പേപ്പറും വീഡിയോസ് എല്ലാം കിട്ടും, ഇങ്ങനെ പുറത്തിറങ്ങും. മനസ്സിലായി? ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെറിയ കാര്യങ്ങൾ നീയൊക്കെ കുണ്ണത്തരം കാണിച്ചാലും ആ ലിറ്ററലി ബാക്കി കുറെ പേര് അറിഞ്ഞ് അങ്ങ് പോകും. പക്ഷെ അത് പുറത്തു വരാതിരിക്കും. പിന്നെ ഇങ്ങനെ ഊമ്പിത്തരങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ പുറത്തു വരും, എല്ലാവരും കാണും. അത് മനസ്സിലാക്കിയാൽ മതി. ആ നീത്ത് സംസാരിച്ചതും ചെയ്തവന്മാരും ആരും മാന്യന്മാരല്ല. അവന്മാർ കുറെ കാര്യങ്ങൾ ഇനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ പറയണ നമ്മൾ അത്ര മാന്യന്മാരല്ലെന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ആരും ബാക്കിൽ നടന്ന് ഇങ്ങനെ ലൈവ് ഇട്ട് ഈ കുടുംബക്കാരെയൊന്നും പറഞ്ഞ് നടക്കണല്ല സാഗറെ. പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താതിരിക്കുക. അതെ, ആരാന്റെ ടൈറ്റിൽ ഹോൾഡ് ചെയ്ത് ഇത്ര നാളും വന്നില്ലടിയാ. ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്, അവരാധിച്ചിട്ടല്ല, അല്ലാണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഇത്രേ ഉള്ളൂ പറയാൻ. നിനക്ക് എന്താ വെച്ചാൽ അപ്പം പറഞ്ഞിട്ട് ശരി ശരി ഗൈസ്.